CPM എന്ന മുങ്ങിത്താഴ്ന്ന കപ്പലിൽ നിന്ന് നാവികന്മാർ ഓരോരുത്തരായി ഇറങ്ങുകയാണ്. CPMന്റെ അവഗണന രാഷ്ട്രീയത്തിൽ അസംതൃപ്തിയായ ഐഷ പോറ്റി പാർട്ടി വിട്ടിറങ്ങിയപ്പോൾ അടുത്തതാര് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വന്നത്. ആ ചോദ്യത്തിന്റെ മുനകൾ ചെന്ന് പതിച്ചതും മുൻ മന്ത്രി ജി സുധാകരനിലേക്കായിരുന്നു. ഇപ്പോൾ ആ ചോദ്യത്തിനും ഏറെക്കുറെ ഉത്തരം ലഭിച്ചിരിക്കുന്നു. പാർട്ടിയിലെ പിണറായി ഭക്തരെല്ലാം കൂടി ചേർന്ന് ഒതുക്കാൻ ശ്രമിച്ച മുതിർന്ന നേതാവ് സംഘടന വിടാനൊരുങ്ങുന്നു. CPMലെ മുതിർന്ന നേതാവ് മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതെ വിട്ടുനിൽക്കുകയാണ്. 6.5 പതിറ്റാണ്ടോളം പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവായിരുന്ന സുധാകരൻ ഇതാദ്യമായാണ് അംഗത്വ ഫോമിൽ ഒപ്പിടാൻ തയ്യാറാകാതെ നേതൃത്വത്തോട് പരസ്യമായി കലഹിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ട് വീട്ടിലെത്തി ഫോം പൂരിപ്പിച്ച് നൽകാൻ പറഞ്ഞെങ്കിലും സുധാകരൻ വിസമ്മതിക്കുകയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റായി തുടരാൻ CPM അംഗത്വത്തിന്റെ ആവശ്യമില്ലെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പാർട്ടിയുമായുള്ള ബന്ധം ഏറെക്കുറെ അവസാനിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 63 വർഷമായി പാർട്ടിയുടെ സജീവ സാന്നിധ്യമായിരുന്ന ഒരാൾ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത് നേരമിരുട്ടി വെളുത്തപ്പോൾ എടുത്ത തീരുമാനത്തിന്റെ പുറത്തല്ല. VS അച്യുതാനന്ദൻ സർക്കാരിലും പിന്നീട് ഒന്നാം പിണറായി സർക്കാരിലും മന്ത്രിയായ ജി സുധാകരൻ പിണറായിയേക്കാൾ മികച്ച മുഖ്യമന്ത്രി VS ആണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതോടെ പാർട്ടിയിലെ പിണറായി ഭക്തരെല്ലാം കൂടി സുധാകരന് നേരെ തിരിഞ്ഞു. പാർട്ടിയിൽ ഒരു കറിവേപ്പിലേക്ക് സമാനമായ രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് സുധാകരനെ സഖാക്കൾ സമീപിക്കാൻ തുടങ്ങിയത്. ഏറ്റവും ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം സുധാകരൻ വിഷയത്തിൽ അത്തരമൊരു നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനെ മത്സരിപ്പിക്കുന്നത് പരിഗണിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതൊരു അടഞ്ഞ അധ്യായമാണ് എന്നായിരുന്നു ഗോവിന്ദന്റെ പരുക്കൻ മറുപടി. 5.5 പതിറ്റാണ്ടിലേറെ കാലം പാർട്ടിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച തന്നെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ് ഈ വാക്കുകളെന്ന് സുധാകരൻ തന്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തന്നെ ഒന്നിനും കൊള്ളാത്തവനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന നേതൃത്വത്തോട് ഇനി വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. 2 ടേം വ്യവസ്ഥയുടെ പേരിൽ കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ട സുധാകരൻ ഇത്തവണ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് നേതൃത്വത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. എന്നാൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സുധാകരന്റെ പേര് ഉയർന്നു വന്നപ്പോൾ MV ഗോവിന്ദൻ അത് ഉടൻ തന്നെ വെട്ടിമാറ്റുകയും ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. സംഘടനാപരമായ കാര്യങ്ങളിൽ എന്നും കർക്കശമായ കൃത്യത പാലിച്ചിരുന്ന സുധാകരൻ ബ്രാഞ്ച് സ്ക്രൂട്ടണിയിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്നത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ജനസ്വാധീനമുള്ള സുധാകരൻ ഇത്തവണ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാണ്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ പുകഴ്ത്തുന്ന അഭിനവ CPMകാർ കേരളം കണ്ട മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ജി സുധാകരനെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം മുൻ മന്ത്രിയെയും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെയും അംഗീകരിച്ച് രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് അനുകൂലമായൊരു പക്ഷം ചേരുന്നതുകൊണ്ട് തന്നെ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടാവുമെന്ന സാഹചര്യത്തെ തള്ളിക്കളയാനാവില്ല. നിലവിലെ MLAയുമായും ജില്ലാ നേതൃത്വവുമായും അദ്ദേഹം അത്ര നല്ല ബന്ധത്തിലല്ല എന്നതും പരസ്യമായ രഹസ്യമാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളുടെ ശിലാഫലകങ്ങൾ പുതിയ ഉദ്ഘാടനങ്ങളുടെ മറവിൽ മാറ്റുന്നതിനെതിരെ അദ്ദേഹം പരസ്യമായി തന്നെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. തന്റെ അധ്വാനത്തെയും വികസന നേട്ടങ്ങളെയും മനഃപൂർവ്വം വിസ്മരിക്കാൻ ശ്രമിക്കുന്ന പ്രാദേശിക നേതൃത്വത്തിന്റെ നടപടിയിൽ അദ്ദേഹം വലിയ അതൃപ്തിയിലായിരുന്നു. തന്നെ മനഃപൂർവ്വം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന ബോധ്യം സുധാകരനെ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചു എന്ന് വേണം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. ആലപ്പുഴയിലെ വിഭാഗീയത പരിഹരിക്കാൻ പാർട്ടി പലതവണ ശ്രമിച്ചെങ്കിലും സുധാകരനെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയാണ് സമീപകാലത്ത് ഉണ്ടായത്. ജില്ലാ സെക്രട്ടറി R നാസറിനെ ഉപയോഗിച്ച് സുധാകരനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതായും വിവരമുണ്ട്. എന്നാൽ പിണറായി വരച്ച വരയിൽ നിൽക്കാൻ ഞാനില്ല എന്ന ഉറച്ച നിലപാടിലാണ് സുധാകരൻ. മെമ്പർഷിപ്പ് പുതുക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടും 9,500 രൂപ ലെവി അടയ്ക്കാനോ ഫോമിൽ ഒപ്പിടാനോ അദ്ദേഹം തയ്യാറായില്ല എന്നത് നിയമപരമായി തന്നെ അദ്ദേഹം പാർട്ടിക്ക് പുറത്തായെന്നതിന്റെ തെളിവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആലപ്പുഴ നിലവിൽ LDFന്റെ ഉരുക്ക് ജില്ലയാണ്. ഹരിപ്പാട് എന്നുള്ള രമേശ് ചെന്നിത്തല മാത്രമാണ് ഏക UDF MLA. ഈ സാഹചര്യത്തിൽ സുധാകരന്റെ CPM വിരോധം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് നിലവിൽ ഉറപ്പായും പറയാൻ സാധിക്കും.